എത്തിച്ചത് ബിജെപിക്ക് വേണ്ടിയെന്ന ആരോപണം തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊണ്ടുവന്നത് ബിജെപിയുടെ പണമല്ലെന്നും വസ്തു വാങ്ങുന്നതിനായി കൊടുത്തുവിട്ട പണം കൊള്ളയടിച്ചെന്നുമാണ് ഇഡിയുടെ വാദം. പോലീസിന്റെ കണ്ടെത്തലുകളെ തള്ളി കേസിലെ ബിജെപി ബന്ധം മറച്ചുവെച്ചാണ് ഇഡി കുറ്റപത്രം നൽകിയത്. കുഴൽപ്പണക്കേസിലെ ബിജെപി ബന്ധം വ്യക്തമായി വെളിപ്പെടുത്തുന്ന പോലീസ് റിപ്പോർട്ടിനെ അട്ടിമറിച്ചാണ് ബിജെപിക്ക് അനുകൂലമായി ഇഡി നിലവിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. 23 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തിച്ച പണം മോഷണം പോയെന്നായിരുന്നു ആരോപണം. തൃശൂരിൽ നിന്ന് ബിജെപിയുടെ ആലപ്പുഴ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോയതെന്ന് ആരോപിച്ച പണം കൊടകരയിൽ വെച്ച് വ്യാജാപകടം സൃഷ്ടിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 3.5 കോടി രൂപയാണ് കവർന്നത്. സംഭവം നടന്ന് 3 ദിവസത്തിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ ദുരൂഹത തോന്നിയതിനാൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ അന്ന് നിയോഗിച്ചിരുന്നു. കുഴൽപ്പണക്കേസിൽ ബിജെപി നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ബിജെപി തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീശൻ അടക്കം പറഞ്ഞിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെയാണ് ബിജെപിയെ വെട്ടിലാക്കി മുൻ ഓഫീസ് സെക്രട്ടറി കൂടിയായ തിരൂർ സതീഷ് രംഗത്തെത്തിയത്. കൊടകരയിൽ കുഴൽപ്പണമായി എത്തിച്ചത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടെന്നായിരുന്നു സതീഷിന്റെ വെളിപ്പെടുത്തൽ. ചാക്കുകെട്ടിലായാണ് പണം എത്തിച്ചതെന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണെന്നും സതീഷ് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സതീഷിന്റെ ആരോപണങ്ങൾ ബിജെപി സംസ്ഥാന അധ്യക്ഷനായിരിക്കെ കെ സുരേന്ദ്രൻ തള്ളിയിരുന്നു. ഇത് തെളിവ് സഹിതം പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബിജെപിയെ പൂർണ്ണമായും വെള്ളപൂശി കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ഏജൻസി. അതിന്റെ ചുവട് പിടിച്ച് കള്ളപ്പണ ഇടപാടിൽ ഇഡി നടത്തിയ അന്വേഷണം പോലീസ് റിപ്പോർട്ടിനെ അപ്പാടെ നിരാകരിക്കുന്നതായിരുന്നു. പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായ റിപ്പോർട്ടാണ് ഇഡി കോടതിയിൽ നിലവിൽ ഹാജരാക്കിയത്. കുഴൽപ്പണ കവർച്ചാ സംഘത്തെ അറസ്റ്റ് ചെയ്ത പോലീസ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ബിജെപി നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. ആലപ്പുഴയിലെ ഭൂമി വാങ്ങാൻ ധർമ്മരാജൻ കൊടുത്തുവിട്ട പണമാണ് കൊള്ളയടിച്ചതെന്നാണ് ഇഡി നിലവിൽ നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഹൈവേ കവർച്ചയ്ക്ക് ശേഷമുള്ള കള്ളപ്പണ ഇടപാടാണ് തങ്ങൾ അന്വേഷിച്ചതെന്നാണ് ഇക്കാര്യത്തിൽ ഇഡിയുടെ ന്യായവാദം. ധർമ്മരാജൻ ആലപ്പുഴയിൽ ഭൂമി വാങ്ങാൻ കൊണ്ടുപോയ 3.5 കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടതെന്നാണ് ഇഡി ഇതിൽ വിശദീകരണം നൽകുന്നത്. ആലപ്പുഴ തിരുവിതാംകൂർ പാലസിലെ വസ്തു വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീറിന്റെ കയ്യിൽ നിന്ന് ധർമ്മരാജ് കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഇഡി നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവും കണ്ടുകെട്ടിയതായിരുന്നു പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. ഇത് ബിജെപിക്ക് വന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന വാദത്തിൽ അന്വേഷണമോ അത്തരത്തിലൊരു കണ്ടെത്തലോ ഇഡി ഇതുവരെ നടത്തിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നതിലേക്ക് അന്വേഷണം നീങ്ങിയതുമില്ല. ബിജെപിയുടെ പണമെന്നതിന് ഇതുവരെ തെളിവും ലഭിച്ചിട്ടില്ല. കേസിൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ലെന്നും ഇഡി നിലവിൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട്.